പോയി. അളവുകളില്ലാതെ ഞാൻ ലയിച്ചുപോയി. അതിരുകളില്ലാതെ ഞാൻ സ്നേഹിച്ചു പോയെങ്കിൽ അളവുകളില്ലാതെ ഞാൻ ലയിച്ചുപോയി. കണ്ണില്ല കാതില്ല പ്രേമത്തിനെ പോലെ അതിരില്ല അളവില്ല സ്നേഹിച്ചു. കണ്ണില്ല കാതില്ല പ്രേമത്തിനെ പോലെ അതിരില്ല അളവില്ല സ്നേഹിച്ചു വന്നില്ല. സ്നേഹത്തെ വളർത്തിയോനെ ജീവിതം ഭംഗിക്കായി സ്നേഹത്തെ വളർത്തിയോനെ ജീവിതം ഭംഗിക്കായി തീരാതെ കാത്തുവല്ലോ തളരാതെ താങ്ങിയല്ലോ നന്ദിയോടോർക്കുന്നു ഞാൻ പരീക്ഷയെ താങ്ങിയോനെ. വീഴാതെ കാത്തുവല്ലോ തളരാതെ താങ്ങിയല്ലോ നന്ദിയോടോർക്കുന്നു ഞാൻ പരീക്ഷയെ താങ്ങിയോനെ. അതിരുകളില്ലാതെ ഞാൻ സ്നേഹിച്ചു പോയെങ്കിൽ അളവുകളില്ലാതെ ഞാൻ ലയിച്ചു പോയി. Praise the Lord. Praise the Lord. Hello. Praise the Lord. സർവപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. പ്രിയമുള്ള കുന്നംകുളം ദേശനിവാസികളെ, നിങ്ങളേവരെയും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും തുടർന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഈ ടൗൺ പ്രദേശത്ത് അറിയിച്ച് കടന്നു പോകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുക. സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശമാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. തൻ്റെ ജീവന്റെ നാട്ടിലേക്ക് മരണമുള്ള മനുഷ്യരെ ഇൻവൈറ്റ് ചെയ്യുകയാണ് തൻ്റെ പുത്രനായ ക്രിസ്തു. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു കൊള്ളുക. ഈ ഭൂമിയിൽ മനുഷ്യരെ മരണം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം ലഭ്യമായി തീരുവാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവേശുവിൽ കൂടെ മാനവകുലത്തിനുള്ള രക്ഷയെ, ആ രക്ഷ യേശു മുഖാന്തരം നമ്മൾ അതിന്റെ ശുദ്ധീകരണത്തിലേക്ക് വരികയും അതിനെ തുടർന്ന് സർവശക്തനായ ദൈവത്തിന്റെ കുടുംബത്തിൽ അംഗമായി തീരുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്ന ഒരു സുവിശേഷ സന്ദേശവുമായിട്ടാണ് ഈ കുന്നംകുളത്തിന്റെ പരിസരത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം സർവ മനുഷ്യരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈ സ്നേഹ സന്ദേശം. ഈ സന്ദേശത്തിന്റെ ലക്ഷ്യം
മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് നിത്യമരണത്തിന് യോഗ്യന്മാരായി തീർന്നു. പക്ഷേ ആ പാപത്തിൽ നിന്ന് മാനവകുലത്തെ ക്രിസ്തു മുഖാന്തരം രക്ഷിച്ച് തന്നോടുകൂടെ നിത്യം ജീവിക്കുന്നവരായി തീരണമെന്നുള്ള ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹമാ ദൈവരാജ്യ സുവിശേഷത്തിൽ കൂടെ നിങ്ങൾ കേൾക്കുന്നത്. ഒരു ജാതിയിലേക്കോ മതത്തിലേക്കോ മനുഷ്യന്റെ ചിന്താഗതികളെ മാറ്റിക്കൊണ്ട് അറിയിക്കുന്ന ഒരു സന്ദേശമല്ല ഇത്. ഏതു മനുഷ്യരെയും പാപമുള്ള തലത്തിൽ നിന്ന് പാപമില്ലാത്തവനാക്കി തീർക്കുന്ന ദൈവത്തിന്റെ സുവിശേഷമാ ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഏക മനുഷ്യനാൽ പാപം പിടിക്കപ്പെട്ട മനുഷ്യർ മുഴുവനും മരണത്തിന്റെ അഗാധത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് നമ്മെ രക്ഷിച്ചെടുക്കുവാൻ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. പ്രിയപ്പെട്ടവരെ, അത്ര വലിയ സ്നേഹനിധിയായ പിതാവ് നമുക്ക് നൽകി തന്നിരിക്കുക. ഇന്നും ആ ലോകത്തിലെ ഈ പിതാവിനെ അറിയാത്തത് കൊണ്ട് നമ്മൾ ഈ സത്യത്തിന്റെ വാക്താവായി തീർന്നുകൊണ്ട് മരണമുള്ള തലത്തിൽ നിന്ന് ജീവന്റെ തലത്തിലേക്ക് മാറ്റുന്ന ഒരു സത്യസുവിശേഷമാണ് ഇവിടെ പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ജാതിയില്ല, മതമില്ല, സംഘടനയില്ല, ഗ്രൂപ്പില്ല, വർണ്ണ വ്യത്യാസങ്ങളെ നോക്കാതെ സർവ മനുഷ്യരെ സ്നേഹിക്കുന്ന ഈ സ്നേഹനിധിയായ അപ്പനോടുകൂടിയുള്ള വാസത്തിലേക്ക് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു സർവ മനുഷ്യരെയും ക്ഷണിക്കുക. ആ സന്ദേശമാ ഇങ്ങനെ അറിയിക്കുന്നത്. കാലം തികഞ്ഞിരിക്കുക. എന്തിനു വേണ്ടിയുള്ള കാലം? ഈ ഭൂമിയിൽ ചതിവുള്ള തലത്തിൽ നിന്ന്, അനീതിയുള്ള തലത്തിൽ നിന്ന് രക്ഷയുടെ തലത്തിലേക്ക് വരുവാനും സ്നേഹത്തിൽ ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള കാലം ആസന്നമായിരിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തു അറിയിക്കാനിടയായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്നേഹനിധിയായ ഈ പിതാവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിത് അറിയുന്നില്ല. നമ്മെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയുന്നില്ല. നമ്മൾ പണത്തിന്റെയും പദവിയുടെയും പുറകെ സഞ്ചരിച്ചുകൊണ്ട് അല്പ നാളുകൾ നമ്മൾ ജീവിതം മുന്നോട്ട് നീക്കുമ്പോൾ നമ്മെ മരണമെന്ന ഭീകരൻ നമ്മെ പതുങ്ങിയിരുന്ന് നമ്മെ പിടിക്കപ്പെടുകയാണ്. അങ്ങനെ നിത്യമായ മരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അങ്ങനെ നിത്യമരണം പ്രവേശിച്ച് നമ്മൾ എന്നും ജീവനില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കരുത് എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂലോകത്ത് വന്ന് ദൈവത്തിന്റെ ചിന്തകൾ ഇങ്ങനെ അറിയിച്ചത്. നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട, ആകുലതപ്പെടേണ്ട. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പിതാവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളെ കാത്തിരിക്കുക. നീ എന്തുവരും എന്നോടുകൂടെ, എന്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ ശുദ്ധീകരണം പ്രാപിച്ച് എന്നോടുകൂടെ ജീവിക്കാൻ മകനെ, മകളെ, നീ എന്തുവരുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിന്നെ കുറിച്ച് പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ കാത്തിരിക്കുന്ന ഒരു പിതാവ് നിനക്കുണ്ട്. പിതാവിനെ നമുക്കറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തു പറയുക, പിതാവ് നിന്നെ ലോകം അറിഞ്ഞിട്ടില്ല, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുക, ഞാൻ നിന്നെ വെളിപ്പെടുത്തും. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ വേണ്ടി മാത്രമല്ല ഭൂലോകത്ത് വന്നത്, എന്റെ പിതാവിനെ ഈ ലോകത്തിന് വെളിപ്പെടുത്തണം. ഈ പിതാവിന്റെ രാജ്യത്തെ കുറിച്ച് ലോകത്തിന് വെളിപ്പെടുത്തണം. മരണമുള്ള തലത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ ജീവന്റെ തലത്തിലേക്ക് ആക്കി മാറ്റുന്ന ഒരു സന്ദേശവുമായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂലോകത്തേക്ക് വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സമയം ഈ ശബ്ദഭാഷിണിയായി ഈ കുന്നുകുളം മുനിസിപ്പൽ പ്രദേശ പരിസരത്ത് ഞങ്ങൾ എത്തിയതിന്റെ കാരണം എന്തെന്നാൽ, നമുക്ക് ദൈവം വലിയൊരു ഓഫർ നൽകിയിട്ടുണ്ട്. നിത്യമായി ജീവിക്കുന്ന നിലവാരത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം ഒരു വാഗ്ദത്തം നൽകി തന്നിരിക്കുക. ആ ദൈവത്തിന്റെ വാഗ്ദത്തമാ നിത്യജീവൻ. ആ നിത്യജീവൻ നമുക്ക് തരുവാൻ വേണ്ടി ഇപ്പോഴുള്ള ജീവൻ നമ്മെ മരണം പിടിച്ചു കൊണ്ടുപോകുക. നിലനിൽക്കുന്ന ജീവനല്ല നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുന്നത്.
അതുകൊണ്ട് നിലനിൽക്കുന്ന ഒരു ജീവൻ തരുവാൻ വേണ്ടി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞു, എന്നെ പിതാവ് അയച്ചിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴുള്ള ജീവൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് പലരും രോഗങ്ങളും പ്രയാസങ്ങളും മൂലം പലരും ഇന്ന് അതിവേഗത്തിൽ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിലനിൽക്കുന്ന ഒരു ജീവനല്ല അത്. നിലനിൽക്കുന്ന ശാശ്വതമായ ഒരു ജീവനായിട്ടാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ജീവനുള്ള പിതാവ് തന്നെ അയച്ച് പിതാവിൻ മൂലം ക്രിസ്തു ജീവിക്കുന്നു. ആ ക്രിസ്തു ജീവിക്കുന്ന ആ ജീവിതവും ക്രിസ്തുവിന്റെ ജീവനും നമുക്ക് തന്നിരിക്കുക. ഇത് തരുവാൻ വേണ്ടി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ഇത് തിരിച്ചറിയാത്ത ജനം ഇത് ജാതിയാക്കി, മതമാക്കി, സംഘടനയാക്കി, ഗ്രൂപ്പാക്കി ദൈവത്തിന്റെ ചിന്തകളുടെ പ്രകാശനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു വന്ന് ജനത്തെ വീണ്ടും അറിയിക്കുക, രക്ഷാകരമായ പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാനുള്ള കാലം ആസന്നമായിരിക്കുക. ദൈവത്തിന്റെ രാജ്യം സമീപമായിരിക്കുക. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ പുത്രന്മാരായി തീരാൻ കഴിയുന്ന എല്ലാവർക്കും ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയും. പാപമുള്ള മനുഷ്യർക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. അതുകൊണ്ടൊരു ശുദ്ധീകരണ കാലം വന്നിരിക്കുക. ദൈവത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സത്യ സുവിശേഷം യേശു ക്രിസ്തു ഈ ലോകത്ത് അറിയിപ്പാൻ ഇടയായി തീർന്നിരിക്കുക. ആ സത്യം നിങ്ങളെയും അറിയിച്ച് കടന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹനിധിയായ പിതാവ് തന്റെ പുത്രന് കൊടുത്ത ഒരു സന്ദേശവുമായിട്ട് ഞങ്ങൾ ഈ പകൽ സമയം നിങ്ങളെ ഈ സന്ദേശം അറിയിപ്പാൻ കടന്നു വന്നിരിക്കുക. നമ്മെ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ പിതാവിനോടുകൂടെ ജീവിക്കാൻ ഏവരും ഒരുക്കപ്പെടണമെന്നുള്ള ഒരു അപേക്ഷയാണ് നിങ്ങളെ അറിയിക്കുന്നത്. മത്തായി സുവിശേഷത്തിനകത്ത് വീണ്ടും ഇങ്ങനെ വചനം പറഞ്ഞിരിക്കുക, രാജ്യത്തിന്റെ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ഭൂലോകത്ത് മുഴുവൻ പ്രസ്താവിക്കപ്പെടും. അതോടുകൂടെ യുഗം തീരുമെന്നുള്ള ദൈവത്തിന്റെ ഒരു വലിയ പ്രസ്താവന ഈ ദേശം അറിയേണ്ടതുണ്ട്. ഈ കാലഘട്ടം തീരാൻ ഇതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവബന്ധത്തിലേക്ക് വരുവാനുള്ള കാലത്തിലേക്ക് ക്രിസ്തു നമ്മെ അറിയിക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള അനുസരണം പ്രാപിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ച് രക്ഷാകരമായ പദ്ധതിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സ്നേഹമുള്ള പ്രിയപ്പെട്ട സ്നേഹിത, സഹോദര സഹോദരി, നിങ്ങളെ ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക. ഈ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ കുടുങ്ങപ്പെട്ട് നിത്യമരണത്തിന് യോഗ്യന്മാരായി തീർന്ന എന്നെയോ ഈ സ്വർഗത്തിലെ ദൈവം ശാശ്വതമായ പരിഹാരം നൽകി, അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം നൽകി ദൈവം മാനിക്കുന്ന ഒരു തലമുണ്ടെന്ന് കൂടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിങ്ങളെ ഈ സത്യസുവിശേഷം അറിയിക്കുന്നത്. ഒരു ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത പ്രപഞ്ചത്തിന്റെ സിദ്ധാവ് നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹനിധിയായ പിതാവിനോടുകൂടെ ജീവിക്കാൻ ഒരുക്കപ്പെടുക എന്നുള്ള സത്യം നിങ്ങളെ അറിയിച്ച് സത്യസുവിശേഷത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടുമാറുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.